നാം ഓരോ മലയാളിക്കും സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ അറിഞ്ഞത്. അത് നമുക്കറിയാം, നമ്മളൊക്കെ ഓർമ്മയായ നാൾ തൊട്ട് നമ്മുടെ മലയാളത്തിൻ്റെ ഗാനഗന്ധർവൻ യേശുദാസേട്ടൻ്റെ ഒരു പാട്ടെങ്കിലും കേൾക്കാത്ത ഒരു ദിവസം പോലും നമ്മൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ദാസേട്ടൻ്റെ ഗാനങ്ങൾ അറിയാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് മലയാളിയല്ല. എല്ലാ മലയാളികളും ഒരു ദിവസം നമ്മുടെ ദാസേട്ടൻ്റെ ഒരു പാട്ടെങ്കിലും കേൾക്കാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല അല്ലേ? നമ്മളൊക്കെ എന്തോ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റിയത് തന്നെ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമായിരിക്കും. നമ്മുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് നമ്മുടെ ദാസേട്ടൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം ഏതാണ്ട് ഒരു 4 വർഷത്തോളം കോവിഡ് സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. നമ്മുടെ കേരളത്തിൽ ഒരു വേദികളിലും തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കച്ചേരിയാട്ട ഒരു സ്വര മാധുരിയുടെ യാതൊരു കാര്യങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ ഏറെ വിഷമം ഉള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. അദ്ദേഹം ഉടൻ തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഒക്ടോബർ 1 സൂര്യ ഫെസ്റ്റിൽ അദ്ദേഹം തൻ്റെ ആദ്യമായിട്ടുള്ള കച്ചേരി നടത്തുന്നു. അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം നടത്തുന്നു. അപ്പോൾ നമുക്ക് വളരെ സന്തോഷം. കാരണം കേരളത്തിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്വരമാധുരികൾ അലയടിക്കാൻ തുടങ്ങുന്നു എന്ന് കേട്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് 84 വയസ്സോളമായി അദ്ദേഹത്തിന് അവിടെ എന്തൊക്കെയോ പല അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുന്നുവെന്ന് നമ്മൾ പല വാർത്തകളും കേട്ടിട്ടുണ്ട്. എന്തുവായാലും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വൈഫിനുമൊക്കെ പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പലയിടത്തു നിന്നും വായിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് വളരെ വിഷമമായി. കാരണം അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ വരുന്നു, അല്ലെങ്കിൽ പ്രായം ബാധിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്കൊരു വിഷമമാണ്. കാരണം നമുക്കറിയാം, അദ്ദേഹത്തിന് നമ്മൾ മലയാളികൾ അത്രയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രായാധിക്യം ഉണ്ടാവുന്നു, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മാധുര്യം കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ അത് പെട്ടെന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എനിക്ക് സാധിക്കില്ല. അപ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ടായി. കാരണം അദ്ദേഹത്തിന് പല ആരോഗ്യക്കുറവുകൾ വന്നെന്ന് കേട്ടപ്പോൾ എനിക്ക് വിഷമമുണ്ടായി. ഇപ്പോൾ അദ്ദേഹം വീണ്ടും വരികയാണ്. അദ്ദേഹം വീണ്ടും തൻ്റെ കഴിവുകൾ, ആ സ്വര മാധുര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ അലയടിക്കാനുള്ള സമയം ആയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ ഭാവുകങ്ങളും മുകളിലേക്ക് ഉണ്ടാവട്ടെ. എൻ്റെ ഒന്നും ഒരു ആശംസയോ ഒന്നും അദ്ദേഹത്തിന് വേണ്ട. എങ്കിലും നമുക്ക് ചെറുതായിട്ടൊന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. പ്രായാധിക്യത്തിൽ നിന്നുള്ള ഒരു പ്രശ്നങ്ങളും അദ്ദേഹത്തെ തളർത്താതെ അദ്ദേഹത്തെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇനിയും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണേ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം.